യൂറോപ്യന്മാരുടെ ആഗമനം എന്നൊരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ആധുനിക ഇന്ത്യാ ചരിത്രത്തിന് വഴി തെളിയിച്ചത് യൂറോപ്യന്മാരുടെ വരവോടുകൂടിയാണ്. അപ്പോൾ യൂറോപ്യന്മാർ ഇന്ത്യയിലെത്തിയതോടുകൂടിയാണ് ആധുനിക ഇന്ത്യാ ചരിത്രത്തിന് തുടക്കം കുറിച്ചത്. യൂറോപ്യന്മാരുടെ ഇന്ത്യയിലേക്കുള്ള ആഗമനം ക്രമമനുസരിച്ചിട്ട് നമുക്ക് പറയാം. ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയത് പോർച്ചുഗീസുകാരാണ്, രണ്ടാമത് ഡച്ചുകാർ, മൂന്നാമത് ബ്രിട്ടീഷുകാർ, നാലാമത് ഫ്രഞ്ചുകാർ. ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികളാണ്. ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻകാർ പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശ ശക്തികൾ അറബികളാണ്. ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി ജെയിംസ് കോറിയയാണ് ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി. യൂറോപ്യൻ മാതൃകയിലുള്ള പള്ളികൾ ഇന്ത്യയിൽ നിർമ്മിച്ചതും ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ സ്കൂളുകൾ സ്ഥാപിച്ചതും പോർച്ചുഗീസുകാരാണ് യൂറോപ്യൻ മാതൃകയിലുള്ള പള്ളികൾ ഇന്ത്യയിൽ നിർമ്മിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ സ്കൂളുകൾ സ്ഥാപിച്ചതും പോർച്ചുഗീസുകാരാണ്. കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് കേരള മാതൃകയിൽ മട്ടാഞ്ചേരി കൊട്ടാരം നിർമ്മിച്ചു നൽകിയത് പോർച്ചുഗീസുകാരാണ്. കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് കേരള മാതൃകയിൽ മട്ടാഞ്ചേരി കൊട്ടാരം നിർമ്മിച്ചു നൽകിയത്. യൂറോപ്യന്മാരുടെ അതിപ്രശസ്തമായ മറ്റൊരു നിർമ്മിതിയാണ് മാനുവൽ കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. പള്ളിപ്പുറം കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട, വൈപ്പിൻ കോട്ട എന്നീ പേരുകളിൽ മാനുവൽ കോട്ട അറിയപ്പെടുന്നു. മാനുവൽ കോട്ട നിർമ്മിച്ചിട്ടുള്ളത് കൊച്ചിയിലാണ്. വർഷം 1503. പോർച്ചുഗീസുകാരുടെ മറ്റൊരു നിർമ്മിതിയാണ് സെൻറ്റ് ആഞ്ചലോസ് കോട്ട സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. 1505 സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. കാർഷിക വിളകളായ പൈനാപ്പിൾ, പപ്പായ, പേരയ്ക്ക, വറ്റൽമുളക്, കശുവണ്ടി, പുകയില ഇവയിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന കാർഷിക വിളകളാണ് പൈനാപ്പിൾ, പപ്പായ, പേരയ്ക്ക, വറ്റൽമുളക്, കശുവണ്ടി, പുകയില. അച്ചടിയന്ത്രം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതും ചവിട്ടുനാടകം എന്ന കലാരൂപം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചതും പോർച്ചുഗീസുകാരാണ്. അച്ചടിയന്ത്രം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതും ചവിട്ടുനാടകം എന്ന കലാരൂപം കേരളത്തിൽ പ്രചരിപ്പിച്ചതും പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യയിലെ പ്രദേശമാണ് ബോംബെ ദ്വീപ്. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യയിലെ പ്രദേശമാണ് ബോംബെ ദ്വീപ്. പോർച്ചുഗീസുകാരും സാമൂതിരിയും ഒപ്പുവെച്ച സന്ധി കണ്ണൂർ സന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് 1513 ഒപ്പുവെച്ചു. കണ്ണൂർ സന്ധി പോർച്ചുഗീസുകാരും സാമൂതിരിയും ഒപ്പുവെച്ച സന്ധിയാണ്. പൊന്നാനി സന്ധി 1540 ഒപ്പുവെച്ചു. പോർച്ചുഗീസുകാരും കോഴിക്കോടുകാരും ഒപ്പുവെച്ച സന്ധിയാണ് പൊന്നാനി സന്ധി. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1628. 1628 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. പോർച്ചുഗീസ് ആക്രമണത്തെക്കുറിച്ച് ഷെയ്ഖ് സൈനുദ്ദീൻ എഴുതിയ കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. പോർച്ചുഗീസ് ആക്രമണത്തെക്കുറിച്ച് ഷെയ്ഖ് സൈനുദ്ദീൻ എഴുതിയ കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് വൈസ്രോയിമാരെക്കുറിച്ച് നോക്കാം. ഒന്നാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇദ്ദേഹം നീലജല നയം നടപ്പിലാക്കി. അതുപോലെ തന്നെ 1505 സെൻറ്റ് ആഞ്ചലോസ് കോട്ട പണി കഴിപ്പിക്കാൻ നേതൃത്വം നൽകി. രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ്. പോർച്ചുഗീസ് സാമ്രാജ്യ സ്ഥാപകനാണ് അൽബുക്കർക്ക്. ഇദ്ദേഹം ശക്തനായ ഭരണാധികാരി എന്ന പേരിൽ അറിയപ്പെടുന്നു. മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ചതും പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചതും
അൽബുക്കർക്കിൻ്റെ നേതൃത്വത്തിലാണ്. അതുപോലെ തന്നെ നാണയ സമ്പ്രദായം നടപ്പിലാക്കി, സതി നിർത്തലാക്കി, പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റി. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോ ഡ ഗാമയാണ്. വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത് മാനുവൽ രാജാവായിരുന്നു. മാനുവൽ രാജാവ് ഇദ്ദേഹത്തെ അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ എന്ന് വിശേഷിപ്പിച്ചു. അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ എന്ന് മാനുവൽ രാജാവ് വിശേഷിപ്പിച്ചത് വാസ്കോ ഡ ഗാമയെയാണ്. 1498 മെയ് 20 കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി പഞ്ചായത്തിൽ പന്തലായനി ബീച്ചിൽ കാപ്പാട് കടപ്പുറത്ത് അദ്ദേഹം കപ്പലിറങ്ങി. 1498 മെയ് 20 1497 ലിസ്ബണിൽ നിന്നാണ് ഇദ്ദേഹം യാത്ര തുടങ്ങിയത്. 1498 മെയ് 20 അദ്ദേഹം ഇന്ത്യയിലെത്തി. അദ്ദേഹം സഞ്ചരിച്ച കപ്പലിൻ്റെ പേര് സെൻ ഗബ്രിയേൽ. വാസ്കോ ഡ ഗാമയും സംഘവും സഞ്ചരിച്ച കപ്പലുകളിൽ ഒന്ന് സെൻ ഗബ്രിയേൽ, മറ്റൊന്ന് സെൻ റാഫേൽ, മറ്റൊന്ന് സെൻ ബറിയോ. ഗാമയുമായുള്ള വ്യാപാരത്തിന് ശക്തമായ എതിർപ്പ് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. വാസ്കോ ഡ ഗാമ 3 പ്രാവശ്യം ഇന്ത്യയിലെത്തി. ആദ്യമായി വന്നത് 1498 മെയ് 20, രണ്ടാമത്തെ പ്രാവശ്യം 1502, മൂന്നാമതായും അവസാനമായും വന്നത് 1524 1524 ഡിസംബർ 24 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് കൊച്ചി സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലാണ്. 1539 ലിസ്ബണിലെ ജെറോമിനസ് കത്തീഡ്രലിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മാറ്റി. വാസ്കോ ഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ്. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം നൽകിയത് കുഞ്ഞാലി മരയ്ക്കാർമാരാണ്. സാമൂതിരിമാരുടെ നാവിക സൈന്യാധിപനാണ് കുഞ്ഞാലി മരയ്ക്കാർമാർ. ഇതൊരു സ്ഥാനപ്പേരാണ്. ഈ സ്ഥാനപ്പേര് നൽകിയത് സാമൂതിരിയാണ്. കുഞ്ഞാലി മരയ്ക്കാർമാരുടെ ആസ്ഥാനം കോട്ടയ്ക്കലാണ്. കുഞ്ഞാലി ഒന്നാമൻ്റെ യഥാർത്ഥ നാമം കുട്ടി അഹമ്മദ് അലി. കുഞ്ഞാലി രണ്ടാമൻ്റെ യഥാർത്ഥ നാമം കുട്ടി പോക്കർ അലി. മൂന്നാമൻ പടമരയ്ക്കാർ, പട്ടുമരയ്ക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടു. നാലാമൻ മുഹമ്മദ് അലി മരയ്ക്കാർ. കുഞ്ഞാലി മരയ്ക്കാർമാരുടെ ആക്രമണം നേരിടാനായി പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട. ചാലിയം കോട്ട നിർമ്മിച്ചത് കുൻഹയാണ് 1531. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നായിരുന്നു ചാലിയം കോട്ട അറിയപ്പെട്ടിരുന്നത്. കുഞ്ഞാലി മൂന്നാമൻ 1571 ചാലിയം കോട്ട പിടിച്ചടക്കി. കുഞ്ഞാലി നാലാമനായ മുഹമ്മദ് അലി മരയ്ക്കാർ ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ എന്ന ബിരുദം നേടി. 1600 കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ വധിച്ചു. കുഞ്ഞാലി നാലാമൻ്റെ മരണാർത്ഥം നിർമ്മിച്ച ഇന്ത്യൻ നാവികസേന പരിശീലന കേന്ദ്രം മുംബൈയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ നാവികസേന പരിശീലന കേന്ദ്രത്തിൻ്റെ പേര് INS കുഞ്ഞാലി എന്നാണ്. INS കുഞ്ഞാലി കുഞ്ഞാലി നാലാമൻ്റെ സ്മരണാർത്ഥം നിർമ്മിച്ച നാവികസേന പരിശീലന കേന്ദ്രമാണ്. കുഞ്ഞാലി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോട്ടയ്ക്കലാണ്. കുഞ്ഞാലി മരയ്ക്കാർമാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2000.